കൈതപ്രസാദിന്റെ കൈകളിൽ നിന്നാണ് ഇതെനിക്ക് വാങ്ങിക്കാൻ സാധിച്ചത് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള ആ കുഞ്ഞുങ്ങളുടെ വളർച്ചയും ആ കുഞ്ഞുങ്ങളുടെ ബൗദ്ധികമായിട്ടുണ്ടാവുന്ന മാറ്റവും കണ്ട് 4 വർഷം മുമ്പ് പ്രൊഫഷണൽ മാജിക്കിൽ നിന്ന് പരിപൂർണമായി വിരമിച്ച് ഇന്നിപ്പോൾ എൻ്റെ ലോകം എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ ലോകമാണ്. ഇന്നിപ്പോൾ എൻ്റെ അടുത്തൊരു 200-250 മക്കൾ ഇന്ന് എൻ്റെ കൂടെ അവിടെ ഡിഫറെൻ്റ് ആർട്സ് സെൻ്ററിലുണ്ട്. അപ്പോൾ ഇപ്പോഴൊരു സ്വപ്നം എന്ന് പറയുന്നത് കാസർഗോഡ് ഒരു വലിയ പ്രോജക്റ്റാണ്. അവിടെ ഒരു MK ലൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ 8 മാസം മാത്രമാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അദ്ദേഹം വന്നു ഒരു ദിവസം തിരുവനന്തപുരത്ത്. ഇതേപോലെ തന്നെ ഒരു രവിസാറിനെ പോലെ തന്നെ ഒരു മഹാമനസ്കതയുള്ള മനുഷ്യൻ. അദ്ദേഹം വന്നതിന് ശേഷം പറഞ്ഞു, കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതരെ കണ്ടപ്പോഴാണല്ലോ താങ്കൾക്ക് മനസ്സിന് മാറ്റം വന്നത്. അങ്ങനെയാണെങ്കിൽ കാസർഗോഡ് ഇതുപോലൊരു സെന്റർ തുടങ്ങുകയാണെങ്കിൽ ഞാൻ സ്ഥലം മേടിച്ചു തരാമെന്ന് പറഞ്ഞു. 20 ഏക്കർ ലാൻഡാണ് അദ്ദേഹം നമ്മുടെ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിൽ മേടിച്ചു തന്നത്. അപ്പോൾ അവിടെ ഒരു വലിയ ലോകമുണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഇപ്പം സ്വപ്നം. അതായത് 1000 എൻഡോസൾഫാൻ വിക്ടിംസിനെ ചേർത്ത് പിടിക്കാവുന്ന ഒരു വലിയ ലോകം, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് എന്ന് പറയുന്ന ഒരു ലോകം. മുഖ്യമന്ത്രി ചിത്ര ചേച്ചിയും ചേർന്ന് അതിൻ്റെ തറക്കല്ലിട്ടു. ഇനി അതൊരു പൂർത്തിയാക്കണം എന്നുള്ളൊരു സ്വപ്നവും മാത്രമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഇതുപോലെ രവിസാറൊക്കെ ചെയ്തു വെച്ചതുപോലെ ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്തു പോകണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു സ്നേഹം എനിക്ക് തന്നതിന്, ഈ ഒരു അംഗീകാരം എനിക്ക് തന്നതിന് എല്ലാവരോടും, ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഹൃദയത്തിൽ ചേർത്ത് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.